أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല പല യാത്രകളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്ന ആ സമയം, അതിന് മുമ്പായി നമ്മൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഒന്ന് ചൊല്ലിക്കൊണ്ട് പോയാൽ ആ യാത്രയിൽ ഏറ്റവും വലിയ ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാകും, ദുരിതങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും, ശത്രുതയിൽ നിന്നും രക്ഷപ്പെടാം, പോകുന്ന കാര്യത്തിൽ ഐശ്വര്യവും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിച്ചു തരും. ഒരു അപകടം നമുക്ക് ഉണ്ടാകുമെന്ന് കണ്ടാൽ തന്നെയും ആ അപകടത്തെ അല്ലാഹു തആല മാറി തരും. എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും ശരി, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, പ്രയാസങ്ങളുണ്ടെങ്കിലും ശരി, അള്ളാഹുവിനെ അങ്ങ് പാരമേൽപ്പിക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ പാരം ഏൽപ്പിച്ചുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ലയിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. അതിന് നമുക്ക് പാടുകളൊന്നുമില്ല. ഒരു ദിക്ർ നമ്മൾ രാവിലെ, നമ്മൾ ഏത് സമയത്താണോ യാത്രയ്ക്ക് പോകുന്ന ആ സമയം ഈ ഒരു ദിക്ർ അങ്ങ് ചെല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മനസ്സിൽ കണ്ട് ചെല്ലി നമ്മൾ ആ യാത്ര തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഐശ്വര്യം, അള്ളാഹു ബർക്കത്ത്, അള്ളാഹു റഹ്മത്ത് ഒക്കെ ഇറക്കി തരും. നമ്മൾ പോകുന്ന വഴി, പോകുന്ന കാര്യങ്ങൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരികയും ചെയ്യുക. ഹലാലായ ഏത് കാര്യത്തിനും പരിഹാരമാണ്. പക്ഷേ ഹറാമ് എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹലാലായ യാത്ര, ഹലാലായ പോക്ക്, ഹലാലായ ജോലി, ഹലാലായ പ്രവൃത്തികൾ, ഹലാലായിട്ട് എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് എല്ലാത്തിനും കൂട്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമുക്കുണ്ട്. ഹറാമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് പറയാനൊക്കത്തില്ല, അത് നമ്മൾ പറയുന്നുമില്ല. അങ്ങനെ ഹറാമിൽ നമ്മൾ ആരും എത്താതിരിക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ അങ്ങ് ലയിച്ചു ചേർന്നേക്കണം. അള്ളാഹുവിൽ ലയിച്ചു ചേർന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ആ ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ ദിക്റ് ചൊല്ലി നമ്മൾ ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ന്യായമായ ഇതിൽ കൂടി ചൊല്ലി മനസ്സിനകത്ത് ഉറച്ച് നിന്നുകൊണ്ട് ആ ദിക്റ് ചൊല്ലി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവാണ്. എല്ലാ ആരാധനയും അള്ളാഹുവിനാണ്. അള്ളാഹുവിനാണല്ലോ സകല ആരാധനയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരാധന ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത നിലവാരത്തിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതിന് ഒരു തർക്കമില്ല. അള്ളാഹുവിനെ ആരാധിക്കൽ ഏറ്റവും നിർബന്ധമായ കാര്യം. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഒരേ ശക്തി അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ ആരാധിക്കുക. അള്ളാഹ് എല്ലാ ആരാധനയ്ക്കും നരകൻ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ ഈ ആരാധന ഇതും കൂടി അങ്ങോട്ട് വന്നു ചേരുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവുകയാണ്. അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് കിട്ടുകയാണ്. ഈ കാവലാണല്ലോ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിതാ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോകുന്നു. ആ ദിക്ർ, ആ ചെല്ലുന്ന സമയം ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പോയാൽ മതി. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ദിക്ർ ചെല്ലാം, എപ്പോഴും ചെല്ലാവുന്ന ദിക്റാണ്. അങ്ങനെ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ യാത്ര പോവുക. ആ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖകരമാക്കി നമ്മളെ വിജയിപ്പിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ആ ദിക്ർ ചെല്ലാൻ പോകുന്നു. ഒറ്റ പ്രാവശ്യം ചെല്ലാൻ മതി. എന്നിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് സമയം കിട്ടുമ്പോൾ ആ മനസ്സിനകത്ത് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. ഞാനത് ആ ദിക്ർ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി മാഷാ അല്ലാഹു തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി മാഷാ അല്ലാഹു തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി മാഷാ അല്ലാഹു തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ചെല്ലുക. എന്ന് ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. ഇതങ്ങ് പഠിച്ച് വെച്ചിട്ട് ഒന്ന് ചൊല്ലിക്കൊണ്ട് പോകുന്നതിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ചെല്ലാനങ്ങ് പഠിക്കുക, ഇത് ചെല്ലുക. ചെല്ലി നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് അങ്ങ് യാത്ര പോവുക. ആ യാത്ര വളരെ സുഖകരമാക്കി തരും. അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. പക്ഷേ ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.